നിയമസഭാ ജീവനക്കാരും സ്പീക്കർ എൻ ഷംസീറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിലെ പ്രതിഷേധമാണ് ഏറ്റുമുട്ടലായി മാറിയത്. എതിർപ്പ് ശക്തമാക്കിയ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനയും രംഗത്തെത്തി. പ്രതിഷേധിച്ച ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കറും നിലപാട് കടുപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ആദ്യം അറിയേണ്ടത് ഈ ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകി എന്നതാണ്. എന്ത് ചട്ടങ്ങൾ മറികടന്നാണ് ഈ ലൈബ്രറി ജീവനക്കാരെ കൂടുതലായി പരിഗണിച്ചത്? കൃഷ്ണരാജ്, നിലവിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാനത്തടക്കം പ്രവർത്തിക്കുന്ന ലൈബ്രറി അസിസ്റ്റന്റ്മാർക്കും ലൈബ്രറി ജീവനക്കാർക്കും അത്തരത്തിലൊരു ഫയൽ ഒപ്പിടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഫയൽ എഴുതാനോ ഒന്നും തന്നെ ചട്ടങ്ങൾ അനുവദിക്കില്ല. ആ ചട്ടങ്ങൾ തിരുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള നിയമസഭയ്ക്കുള്ളിലെ ലൈബ്രറി ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ലൈബ്രറി വിഭാഗത്തിലെ ജീവനക്കാർക്ക് ചട്ടവിരുദ്ധമായി ഓഫീസ് സംവിധാനത്തിൽ എഴുതാനും അത് ലോഗിൻ ചെയ്യാനുമുള്ള അനുമതി നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഔദ്യോഗികമായി ഇറങ്ങുന്നത്. ചട്ടവിരുദ്ധമായി തന്നെ ആ ഉത്തരവ് ഇറങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിൽ ഉയർന്നിരുന്നു. ഭരണകക്ഷി സംഘടനകൾ അത് പ്രതിഷേധമായി ഉയർത്തിയിരുന്നു. നിരവധി തവണ അത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും കാര്യമായി വിജയിക്കാതെ വന്നതോടുകൂടിയാണ് ഒരു പ്രതിഷേധത്തിലേക്ക്, ശക്തമായ പ്രതിഷേധത്തിലേക്ക്, പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനായി ഭരണകക്ഷി സംഘടനകൾ, പ്രത്യേകിച്ച് CPM-ന്റെ അനുകൂല സംഘടനയ്ക്ക് കീഴിൽ വരുന്ന അല്ലെങ്കിൽ CPM-ന് കീഴിൽ വരുന്ന ഭരണകക്ഷി തൊഴിലാളി യൂണിയനുകൾ അടക്കമാണ് നിയമസഭയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇടത് സംഘടനയായ ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷനിലെ 100ഓളം പേരാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്. സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിന് പിന്നാലെ ഈ തീരുമാനം പിൻവലിക്കാനോ അല്ലെങ്കിൽ നടപടികൾ വേഗത്തിലാക്കാനോ അല്ലെങ്കിൽ ആ ഉത്തരവ് പിൻവലിക്കാനോ ഒന്നും തന്നെ സർക്കാർ തയ്യാറായിരുന്നില്ല. സ്പീക്കറും അതിനൊപ്പം നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ സംഘടനയിൽ പ്രവർത്തിച്ച് 100ഓളം വരുന്ന ആളുകൾ അടക്കമുള്ളവർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് വന്നത്. ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിപക്ഷ സംഘടനകൾ കൂടി സ്പീക്കർക്ക് മുൻപിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, നിയമസഭ എന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ആ നിയമസഭയ്ക്കുള്ളിലാണ് ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ്. പല സംഘടനകളുടെ അടക്കം, പല സംസ്ഥാന സമ്മേളനമടക്കം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ കൃത്യമായൊരു നടപടി സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടായില്ല. ഒപ്പം തന്നെ ആ ഒരു ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധം ശക്തമാക്കിയത്. എന്തായാലും ആ പ്രതിഷേധത്തിന് മുന്നിട്ട് നിന്ന ഭരണകക്ഷി അംഗങ്ങൾ അടക്കമുള്ള നിരവധി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്പീക്കർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വൈകാരികമായി അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടതനുകൂല സംഘടന തന്നെ ഭരണകക്ഷി സംഘടനകൾ തന്നെ സ്പീക്കറെ സമീപിക്കുക, സ്പീക്കറുടെ മുൻപിലേക്ക് അത് ആവശ്യമായി ഉന്നയിക്കുക, അത് അംഗീകരിക്കാതെ വരുന്നൊരു സാഹചര്യം വരിക, പിന്നീട് അത് പ്രതിഷേധത്തിലേക്ക് നീങ്ങുക. ആ പ്രതിഷേധത്തിന് പ്രതിപക്ഷ സംഘടനകൾ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ കൂടി രംഗത്തെത്തുക, അത് പിന്നീട് വലിയ പ്രതിഷേധമായി നിയമസഭയ്ക്കുള്ളിൽ മാറുക, അത് പിന്നീട് പ്രതികാര നടപടി എന്നോണം സ്പീക്കർ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കുക. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സംഭവ വികാസങ്ങൾക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ചട്ടവിരുദ്ധമായിട്ടാണ് ഈ നിയമസഭയിലടക്കമുള്ള ലൈബ്രറി ജീവനക്കാർക്ക് ഈ ആപ്പ് വഴി അല്ലെങ്കിൽ അവരുടെ സൈറ്റ് വഴിയും ഒക്കെ അത് എഴുതാനും അത് ലോഗിൻ ചെയ്യാനും അതിനകത്ത് ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള അനുമതി നൽകിയതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ ആ ഒരു നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ആ പ്രതിഷേധം പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാന നേതാക്കന്മാരെ അടക്കമുള്ളവർ, ഈ ഒരു ലെജിസ്ലേറ്റീവ് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരടക്കമുള്ളവർ അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ സ്പീക്കർ വഴങ്ങിയില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കാത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെക്കുമോ അതോ ഈ പ്രതികാര നടപടി സ്വീകരിച്ച അല്ലെങ്കിൽ പ്രതികാര നടപടിക്ക് ഇരയായ ജീവനക്കാർ ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. കൃഷ്ണരാജ്, നിയമസഭാ ജീവനക്കാരും സ്പീക്കർ എൻ ഷംസീറും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിലെ പ്രതിഷേധമാണ് ഏറ്റുമുട്ടലായി മാറിയത്. അവിടെ ഭരണ അനുകൂല സംഘടനയും പ്രതിപക്ഷ സംഘടനയും ഒരുമിച്ച് നിൽപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.